വെൽക്കം ടു ദ മലയാളം ഓഡിയോ ബുക്ക് ചാനൽ ദ ത്രില്ലിംഗ് വോയിസസ്. അർദ്ധരാത്രിയിൽ ഇരുട്ടിനെ ഭയന്നുറങ്ങുന്ന ലോകത്തെ ഭീതിയോടെ ഉണർത്തുന്ന ഒരു പേര്, രക്തം കുടിക്കുന്ന ഭീകരതയുടെ രാജാവ്. അതെ, അവൻ ഡ്രാക്കുള. ഇരുട്ടിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന അമരന്റെ ഭീകരച്ചിരി, ദ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. മെയ് 1-ാം തീയതി രാവിലെ മ്യൂണിച്ചിൽ നിന്നും പുറപ്പെട്ട് അടുത്ത പ്രഭാതത്തിൽ വിയന്നയിലെത്തി. തീവണ്ടി 1 മണിക്കൂർ ലേറ്റായിരുന്നു. ബുഡാപെസ്റ്റിൽ അല്പസമയം നിന്നപ്പോൾ സ്റ്റേഷന് പുറത്തിറങ്ങി നോക്കി. അതിമനോഹരമായ സ്ഥലം. ഡാനൂബ് നദിയിൽ ആഴവും പരപ്പും കൂടിയ സ്ഥലത്ത് കുറുകെയുള്ള കൂറ്റൻ പാലം കടന്ന് കിഴക്കോട്ടാണ് ഇനി യാത്ര. ക്ലൗസൻബർഗിൽ എത്തിച്ചേർന്നപ്പോൾ നേരമിരുട്ടി. രാത്രി ഞാൻ ഹോട്ടൽ റോയലിൽ കഴിച്ചുകൂട്ടി. അത്താഴത്തിന് കുരുമുളക് ചേർത്ത കോഴിക്കറിയായിരുന്നു. നല്ല രുചി, പക്ഷെ എരിവ് കൂടുതൽ. മീനയ്ക്ക് വേണ്ടി ഇതിന്റെ പാചകവിധി കുറിച്ചു വെക്കണം. പപ്രിക്ക ഹെൻഡൽ എന്നാണതിന്റെ പേരെന്നും അന്നാട്ടിലെവിടെയും സുലഭമാണിതെന്നും വെയിറ്റർ പറഞ്ഞു. അല്പസ്വല്പം ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായേനെ. ലണ്ടനിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയം സന്ദർശിക്കുവാനും ട്രാൻസിൽവേനിയ സംബന്ധിച്ച പുസ്തകങ്ങളും ഭൂപടങ്ങളും പരിശോധിക്കാനും സാധിച്ചു. അന്നാട്ടിലെ ഒരു പ്രഭുവുമായിട്ടുള്ള ഇടപാടിന് അത് സഹായകമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ച സ്ഥലം കാർപ്പേത്യൻ മലനിരയുടെ നടുക്ക് രാജ്യത്തിന്റെ കിഴക്കേ അറ്റത്തായി ട്രാൻസിൽവേനിയ, മോൾഡേവിയ, ബുക്കോവിന എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ഒരു ജില്ലയാണെന്ന് ഞാൻ മനസ്സിലാക്കി. യൂറോപ്പിലെ തീരെ അറിയപ്പെടാത്ത ഒരു ഉൾനാട്. ഡ്രാക്കുള മാളികയുടെ യഥാർത്ഥ സ്ഥാനം ഒരു ഭൂപടത്തിലും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഏറ്റവും അടുത്തുള്ള തപാലാപ്പീസ് സ്ഥിതി ചെയ്യുന്ന പട്ടണമായ ബിസ്ട്രിറ്റ്സ് ഏറെക്കുറെ പ്രശസ്തമാണ്. യാത്രാവിശേഷങ്ങൾ മീനയെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ കുറിച്ചു വെക്കട്ടെ. ട്രാൻസിൽവേനിയയിൽ 4 വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട്. വല്ലാച്ചികളും സാക്സൺ വംശജരും തെക്കൻ മേഖലയിൽ. പടിഞ്ഞാറ് മാഗ്യർമാർ, കിഴക്കും വടക്കും ഹൂണന്മാരുടെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ശെക്കിലി വർഗക്കാർ. ഒടുവിൽ പറഞ്ഞവരുടെ ഇടയിലേക്കാണ് ഞാൻ പോകുന്നത്. കടുത്ത അന്ധവിശ്വാസികളാണ് ഇവരെന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയുമുള്ള അന്ധവിശ്വാസികളുടെയെല്ലാം ഉറവിടം കാർപ്പേത്യൻ മലയുടെ താഴ്വാരമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എന്റെ വാസം രസകരമായിരിക്കും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രഭുവിനോട് ചോദിച്ച് മനസ്സിലാക്കണം. സുഖകരമായ ശയ്യയിലാണ് കിടന്നതെങ്കിലും ഉറക്കം വരാതെ ഞാൻ ബുദ്ധിമുട്ടി. പിന്നെ വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടു. ജനാലയ്ക്ക് പുറത്ത് ഇടവിടാതെ കേട്ടിരുന്ന നായയുടെ മോങ്ങലാണോ അത്താഴത്തിന് കിട്ടിയ കോഴിയിറച്ചി ദഹിക്കാത്തതാണോ കാരണമെന്നറിഞ്ഞുകൂടാ. കൂജയിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ കുടിച്ചിട്ടും ദാഹം തീർന്നില്ല. രാത്രിയുടെ അന്തിയാമത്തിൽ എപ്പോഴോ ഗാഠനിദ്രയിലാണ്ടു. വാതിലിൽ തുടരെ തുടരെ മുട്ടുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. പ്രാതലിനും പപ്രിക്ക ഉണ്ടായിരുന്നു. ചോളം കൊണ്ടുള്ള ഒരു പലഹാരവും ഇറച്ചി കൊത്തിയെരിഞ്ഞ് പച്ചക്കറി ചേർത്തതുമായിരുന്നു മറ്റു വിഭവങ്ങൾ. ഇവയുടെ പാചകവിധിയും കുറിച്ചെടുക്കണം. 8 മണിക്ക് മുമ്പ് ട്രെയിൻ പുറപ്പെടുമെന്നതിനാൽ ധൃതിയിൽ ആഹാരം കഴിച്ച് 7:30 തന്നെ സ്റ്റേഷനിലെത്തി. പക്ഷേ 1 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് വണ്ടി അനങ്ങിത്തുടങ്ങിയത്. കിഴക്കോട്ട് പോകുന്തോറും സമയനിഷ്ഠ കൈമോശം വരികയാണെന്ന് തോന്നുന്നു. ഇക്കണക്കിന് ചീനയിലെത്തുമ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും? അനുഗ്രഹീതനായ ഏതോ ചിത്രകാരന്റെ സൃഷ്ടി പോലെ മനോഹരമായ ഭൂവിഭാഗത്തിലൂടെ പകൽ മുഴുവൻ ഞങ്ങൾ സഞ്ചരിച്ചു. ഇടയ്ക്കിടെ ചെറു പട്ടണങ്ങളും കുന്നിൻ ചെരുവിലെ കൊട്ടാരക്കെട്ടുകളും കണ്ടു. അരുവികളും പുഴകളും കടന്ന് ആഴവും പരപ്പുമുള്ള നദികൾ മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകിയതിന്റെ ലക്ഷണമുണ്ട്. സ്റ്റേഷനുകളിൽ വിവിധ വേഷധാരികളായ നാട്ടുകാരുടെ ചെറു സംഘങ്ങൾ. ചിലയിടത്ത് സാമാന്യം വലിയ ആൾക്കൂട്ടം. ജർമ്മനിയിലും ഫ്രാൻസിലും വെച്ച് ഞാൻ കണ്ടിട്ടുള്ള നാടൻ കൃഷിക്കാരെ പോലെ ഇറക്കം കുറഞ്ഞ കുപ്പായവും സ്വയം തുന്നിയുണ്ടാക്കിയ കാലുറയും വട്ടത്തൊപ്പിയും ധരിച്ചവരാണ് അധികവും. വർണ്ണശബളമായ വേഷം ധരിച്ചവരുമുണ്ട്. സ്ത്രീകൾ സുന്ദരികളാണ്. അകലെ നിന്ന് നോക്കുമ്പോൾ മാത്രം അരക്കെട്ടിന് ഭംഗിയില്ല. വീതിയുള്ള അരപ്പട്ടയും ബാലെ നർത്തകിമാരുടേതുപോലെയുള്ള ഞൊറിയുള്ള പാവാടയുമാണ് വേഷം. അടിവസ്ത്രവും ധരിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വിചിത്രമായി തോന്നിയത് സ്ലോവാക്കുകളെയാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് അപരിഷ്കൃതർ. വലിയ പരന്ന തൊപ്പിയും വെളുത്തതെങ്കിലും വൃത്തികെട്ട വലിയ കാലുറയും അയഞ്ഞ വെള്ളപ്പട്ട് കുപ്പായവും പിച്ചിളക്കുമിളുകൾ പിടിപ്പിച്ച ഉദ്ദേശം 1 അടി വീതിയുള്ള അരപ്പട്ടയും കാലുറയുടെ അറ്റം മറയ്ക്കുന്ന ഉയർന്ന ബൂട്ട്സും ധരിച്ച് മുടി നീട്ടി വളർത്തി കൊമ്പൻ മീശയുമായി കൗബോയ് മട്ടിൽ നടക്കുന്ന അവരെ കണ്ടാൽ പുരാതന കാലത്തെ ഏതോ കൊള്ള സംഘാംഗങ്ങളാണെന്നേ തോന്നൂ.
പക്ഷേ നിരുപദ്രവികളും തൻ്റെ ഇടമില്ലാത്തവരുമാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങൾ ബിസ്ട്രീറ്റ്സിലെത്തിയപ്പോൾ പകൽ അസ്തമിച്ചിരുന്നു. ചരിത്രസ്മരണകൾ ഉറങ്ങുന്ന പുരാതന നഗരമാണ്. ബോർഗോ മലയിടുക്ക് കടന്നാൽ അയൽനാട്ടിലെത്താം. 50 വർഷം മുമ്പ് തുടർച്ചയായി ഉണ്ടായ അഗ്നിബാധകളിൽ വൻ നാശനഷ്ടമുണ്ടാക്കിയതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. അതിനും മുമ്പ് 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 13,000-ൽ പരം നഗരവാസികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. തുടർന്നുണ്ടായ ക്ഷാമത്തിലും രോഗം ബാധിച്ചും മരണമടഞ്ഞവരുടെ സംഖ്യയും ചെറുതല്ല. ഞാൻ ഗോൾഡൻ ക്രൗൺ ഹോട്ടലിൽ ചെല്ലാനാണ് ഡ്രാക്കുള പ്രഭു നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹോട്ടൽ എനിക്കിഷ്ടമായി. പക്ഷേ പഴയ മട്ടിലുള്ള സ്ഥാപനം. നാട്ടിലെ രീതികൾ മനസ്സിലാക്കാൻ അവിടുത്തെ താമസം ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നി. എന്നെ പ്രതീക്ഷിച്ചു തന്നെയാവണം. ഒരു മധ്യവയസ്ക സുസ്മേരവദനയായി വാതിൽക്കൽ നിന്നിരുന്നു. സഭ്യതയുടെ പരിധി ലംഘിക്കുമാറ് ഇറുകിയ നീളൻ കുപ്പായവും ധരിച്ച് അവർ തലകുനിച്ച് വണങ്ങി. ഇംഗ്ലണ്ടിൽ നിന്നും വരികയല്ലേ എന്ന് ചോദിച്ചു. അതെ, ജോനാഥൻ ഹാർക്കറാണ്, ഞാൻ പറഞ്ഞു. അവർ ചിരിച്ചുകൊണ്ട് പിന്നിൽ നിന്നിരുന്ന വൃദ്ധനോട് എന്തോ കൽപ്പിച്ചു. അയാൾ പോയി ഒരു കത്തുമായി പെട്ടെന്ന് മടങ്ങി വന്നു. ഞാൻ കത്ത് വാങ്ങി വായിച്ചു. സ്നേഹിത, കാർപ്പേത്തിനിലേക്ക് സ്വാഗതം. ലണ്ടനിൽ നിന്നും യാത്ര സുഖകരമായിരുന്നുവെന്ന് കരുതുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ ധൃതിയായി. ഇന്നും സുഖമായി ഉറങ്ങുക. നാളെ 3 മണിക്ക് ബുക്കോവിനിലേക്ക് പുറപ്പെടുന്ന വണ്ടിയിൽ നിങ്ങൾക്കൊരു സീറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ നാട്ടിലെ താമസം നിങ്ങൾക്കിഷ്ടപ്പെടാതിരിക്കില്ല എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ഡ്രാക്കുള. കഥയുടെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.